ഹായ്, ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ പിൻ ഡയഗ്രാം ഓഫ് 8086 ആണ്. ഇതിൽ സ്ക്രീനിൽ കാണുന്നതാണ് 8086ൻ്റെ ഡയഗ്രാം എന്ന് പറയുന്നത്. അതിൽ 1 to 40 പിൻസാണ് കാണുന്നത്. 2 to 16 ആണ് AD0 to AD40 എന്ന് കാണിക്കുന്നത്. നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില പിൻസ് മാത്രമാണ്. AD0 to AD50 bidirectional. These lines are multiplexed bidirectional address data bus. During T1 they carry lower order 60-bit address. അതായത് T1ൻ്റെ ടൈമിൽ ലോവർ ഓർഡർ 60-bit അഡ്രസ്സാണ് അവർ ക്യാരി ചെയ്യുന്നത്. In the remaining clock cycles they carry 60-bit data. AD0 to AD7 carry lower order byte of data ആണ്. അപ്പോൾ AD0 to AD7ൽ ലോവർ ഓർഡർ ബൈറ്റ് ഓഫ് ഡാറ്റയാണ് ക്യാരി ചെയ്യുന്നത്. അതേപോലെ AD8 to AD50 ക്യാരി ഹയർ ഓർഡർ ബൈറ്റ് ഓഫ് ഡാറ്റയാണ്. അടുത്തത് A19 S6 പിൻ 35 to 38 യൂണിഡയറക്ഷനാണ്. ദീസ് ലൈൻസ് ആർ മൾട്ടിപ്ലെക്സ്ഡ് യൂണിഡയറക്ഷണൽ അഡ്രസ് ആൻഡ് സ്റ്റാറ്റസ് ബസ്. മുന്നത്തെ പോലെ തന്നെയാണ്, ബട്ട് ഇതിൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ യൂണിഡയറക്ഷനാണെന്ന് മാത്രമേ ഉള്ളൂ. ഡ്യൂറിങ് T1 ദേ ക്യാരി ഹയർ ഓർഡർ 4-bit അഡ്രസ്. ഇൻ ദി റിമൈനിങ് ക്ലോക്ക് സൈക്കിൾസ് ദേ ക്യാരി സ്റ്റാറ്റസ് സിഗ്നൽസ്. നെക്സ്റ്റ് പിൻ 34 ആണ്. അതിൽ ഔട്ട്പുട്ടാണ്. BHE സ്റ്റാൻഡ്സ് ഫോർ ബസ് ഹൈ എനേബിൾ. അതാണ് BHE സ്റ്റാൻഡ്സ് ചെയ്യുന്നത്. BHE സിഗ്നൽ ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ദ ട്രാൻസ്ഫർ ഓഫ് ഡാറ്റ ഓവർ ഹയർ ഓർഡർ ഡാറ്റ ബസ് D50. അതായത് D50ലുള്ള ഹയർ ഓർഡർ ആയിട്ടുള്ള ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് BHE. 8-bit input or output devices uses this signals. 8-bit devices is use this signal. ഈ സിഗ്നൽ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇറ്റ് ഈസ് മൾട്ടിപ്ലെക്സ്ഡ് വിത്ത് ദ സ്റ്റാറ്റസ് പിൻ S7. അടുത്തത് RD പിൻ 32. ഇറ്റ് ഈസ് എ റീഡ് സിഗ്നൽ യൂസ്ഡ് ഫോർ ദ റീഡ് ഓപ്പറേഷൻ. റീഡ് ഓപ്പറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന റീഡ് സിഗ്നലാണ്. ഇറ്റ് ഈസ് ആൻ ഔട്ട്പുട്ട് സിഗ്നൽ. ഇറ്റ് ഈസ് ഓൾസോ ഔട്ട്പുട്ട്. ഇതിന് മുന്നേ പറഞ്ഞതും ഔട്ട്പുട്ടായിരുന്നു. ഇറ്റ് ഈസ് ആൻ ആക്റ്റീവ് ലോ സിഗ്നലാണ്. INTR പിൻ 80. ദിസ് വൺ ഈസ് ഇൻപുട്ടാണ്. ഇറ്റ് ഈസ് ആൻ ഇൻറപ്റ്റ് റിക്വസ്റ്റ് സിഗ്നലാണ് ആൻഡ് ഇറ്റ് ഈസ് ആക്റ്റീവ് ഹൈ. ഇറ്റ് ഈസ് ലെവൽ ട്രിഗേർഡ് ആണ്. NMI പിൻ 70. ഇറ്റ് ഈസ് ഓൾസോ ഇൻപുട്ടാണ്. ഇറ്റ് ഈസ് എ നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ് സിഗ്നൽ. ഇറ്റ് ഈസ് ആൻ ആക്റ്റീവ് ഹൈ. ഇറ്റ് ഈസ് ആൻ എഡ്ജ് ട്രിഗേർഡ് ഇൻട്രപ്റ്റ്. നെക്സ്റ്റ് വൺ VCC ആൻഡ് VSS ആണ്. പിൻ 40 ആൻഡ് പിൻ 20. ദിസ് വൺ ഈസ് ഓൾസോ ഇൻപുട്ടാണ്. VCC പവർ സപ്ലൈ സിഗ്നൽ. VCC പവർ സപ്ലൈ സിഗ്നലാണ്. 5+5V DC സപ്ലൈഡ് ത്രൂ ദിസ് പിൻ. ഈ പിന്നിൽ കൂടെയാണ് +5V DC സപ്ലൈ ചെയ്യുന്നത്. VSS ഈസ് എ ഗ്രൗണ്ട് സിഗ്നൽ. VSS ഇതിൽ ഗ്രൗണ്ട് സിഗ്നലാണ്. ആൻഡ് MN ഓർ MX പിൻ 33. ദിസ് ഈസ് ഓൾസോ ഇൻപുട്ടാണ്. 8086 വർക്ക്സ് ഇൻ ദി 2 മോഡ്സ്. അതായത് 8086 രണ്ട് മോഡിലാണ് വർക്ക് ചെയ്യുന്നത്, മിനിമം മോഡും മാക്സിമം മോഡും. ഇഫ് MN/MX ഈസ് ഹൈ, അത് മിനിമം മോഡ് ബൈ മാക്സിമം മോഡ് ഹൈ ആണെങ്കിൽ ഇറ്റ് ഈസ് വർക്ക്സ് ഇൻ മിനിമം മോഡ്, അത് മിനിമം മോഡിലേക്കാരം വർക്ക് ചെയ്യുക. ഇഫ് MN/MX ഈസ് ലോ, അത് ലോ ആണെങ്കിൽ ഇറ്റ് വർക്ക്സ് ഇൻ ദി മാക്സിമം മോഡ്. S0 S1 S2 പിൻ 26 27 28 ആണ്. അത് ഔട്ട്പുട്ടാണ്. ദിസ് സ്റ്റാറ്റസ് സിഗ്നൽസ് ഇൻഡിക്കേറ്റ് ദ ഓപ്പറേഷൻ ബീങ് ഡൺ ബൈ ദി മൈക്രോ പ്രോസസ്സർ. ദിസ് ഇൻഫർമേഷൻ ഈസ് റിക്വയർഡ് ബൈ ദി ബസ് കൺട്രോളർ 8 to 88. Bus controller 8 to 88 generates all memory and input or output control signals. അതേപോലെ ഇതൊരു ടേബിളാണ്. S0 S1 S2 പിൻ 26 27 28 ഔട്ട്പുട്ടിൻ്റെ ഒരു ടേബിളാണ്. 000 വരികയാണെങ്കിൽ സ്റ്റാറ്റസ് ഇൻട്രപ്റ്റ് അക്നോളജ് ആയിക്കാരം. 001 ആണെങ്കിൽ ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് റീഡ് ആയിക്കാരം. 010 വരികയാണെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് റൈറ്റ് ആയിക്കാരം. 011 ഹാൾട്ട് ആണ് സ്റ്റാറ്റസ് വരുന്നത്. 100 ആപ്കോഡ് ഫെച്ച് ആണ്. 101 മെമ്മറി റീഡ്. 110 മെമ്മറി റൈറ്റ്. 111 പാസീവ്. ഇതാണ് S0 S1 S2 വരുമ്പോൾ അതിൻ്റെ സ്റ്റാറ്റസ് വരുന്നത്.
അടുത്തത് ലോക്കാണ്. പിൻ 29 ആണ്. ഔട്ട്പുട്ടാണ്. ദി സിഗ്നൽ ഇൻഡിക്കേറ്റ് ദാറ്റ് അതർ പ്രോസസ്സർ ഷുഡ് നോട്ട് ആസ്ക് CPU ടു റിലിംഗ്വിഷ് ദി സിസ്റ്റം ബസ്. വെൻ ഇറ്റ് ഗോസ് ലോ, ഓൾ ഇൻറ്ററപ്റ്റ്സ് ആർ മാസ്ക്ഡ് ആൻഡ് ഹോൾഡ് റിക്വസ്റ്റ് ഈസ് നോട്ട് ഗ്രാൻറ്റഡ്. ദിസ് പിൻ ഈസ് ആക്ടിവേറ്റഡ് ബൈ യൂസിങ് ലോക്ക് പ്രിഫിക്സ് ഓൺ എനി ഇൻസ്ട്രക്ഷൻ. ഇത് പിന്നെ ആക്ടിവേറ്റഡ് ആണ് ബൈ യൂസിങ് ലോക്ക് പ്രിഫിക്സ് ഓൺ എനി ഇൻസ്ട്രക്ഷൻസ്. അടുത്തത് RQGT1 ആൻഡ് RQGT0 ആണ്. പിൻ 30, 31 ആണ്. ബൈ ഡയറക്ഷനിലാണ്. ദീസ് ആർ ദി റിക്വസ്റ്റ് ഓർ ഗ്രാൻഡ് പിൻസ് ആണ്. അതേഴ്സ് പ്രോസസ്സേഴ്സ് റിക്വസ്റ്റ് ദി CPU ത്രൂ ദീസ് ലൈൻസ് ടു റിലീസ് ദ സിസ്റ്റം ബസ്. സിസ്റ്റം ബസ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതർ പ്രോസസ്സേഴ്സ് റിക്വസ്റ്റ് ചെയ്യും CPU ത്രൂ ദീസ് ലൈൻസ്. ആഫ്റ്റർ റിസീവിംഗ് ദി റിക്വസ്റ്റ് CPU സെൻസ് ആക്നോളജ് സിഗ്നൽസ് ഓൺ ദി സെയിം ലൈൻ. After receiving the request, CPU sends acknowledge signal on the same line. Request receive ചെയ്തതിന് ശേഷം CPU sends acknowledge signal on the same line. RQ by GT has higher priority than RQ or GT1. RQ GT1-നെക്കാട്ടിലും ഹയർ പ്രയോറിറ്റി ആണ് RQ GT1-ന്.